നമസ്കാരം. രാഹുൽ ഗാന്ധി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് വോട്ടിനു വേണ്ടി മോദി വേദിയിൽ ഡാൻസ് കളിക്കുമെന്നും എന്തും ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. മോദിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയെക്കുറിച്ച് നിലനിൽക്കുന്ന വിമർശനങ്ങളുടെ ഒരു നേർ ചിത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയത്. മോദിയുടെ ഭരണരീതി വ്യക്തിപരമായ പ്രതിച്ഛായയെ രൂപീകരിക്കുന്നതിലെ അതിശയോക്തി, രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നിവയിലെ ചില പ്രധാന ഘടകങ്ങളാണ് ഇത്തരം പരിഹാസങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. എന്തുകൊണ്ട് നരേന്ദ്രമോദി പരിഹാസ്യനായി മാറുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. മോദി ഭക്തർ ഒരിക്കലും അംഗീകരിക്കില്ല എങ്കിലും മോദി വിമർശനങ്ങൾക്ക് അതീതനല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ചായവാല എന്ന ലേബലിൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി വർഗീയ രാഷ്ട്രീയത്തിന്റെയും ജനാധിപത്യരഹിത ഇന്ത്യയുടെയും കാവൽക്കാരനായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. രാഹുൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന വിഷയത്തിലേക്ക് വരാം. മുസഫർപൂരിൽ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. RJD നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവും റാലിയിൽ പങ്കെടുത്തിരുന്നു. RJD അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. BJPയും NDAയും സാമൂഹിക നീതിക്ക് എതിരാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ടുകൾ മോഷ്ടിക്കുകയും ഇവിടെയും ബീഹാറിലും അത് ചെയ്യാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ബീഹാർ സർക്കാരിനെ BJP റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 66 ലക്ഷം ആളുകളെയാണ് വെട്ടിമാറ്റിയത്. ബീഹാർ ജനതയുടെ ശബ്ദമാകുന്ന ഒരു സർക്കാർ രൂപീകരിക്കപ്പെടാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതാണ് SIR ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ലഭിച്ച എല്ലാ അവകാശങ്ങൾക്കും കാരണം ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാനാണ് പ്രധാനമന്ത്രിയും RSSും ഇപ്പോൾ ശ്രമിക്കുന്നത്. ബീഹാറിലെ യുവാക്കളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി മഹാസഖ്യം നിലകൊള്ളും. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി ബീഹാർ ജനതയ്ക്ക് ഇതാ ഉറപ്പ് നൽകിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് മോദി എന്ന വ്യക്തിഗത പ്രതിച്ഛായയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മോദിയുടെ പൊതുവേദികളിലെ പ്രസംഗങ്ങളും ഇടപെടലുകളിലും ഒരുതരം നാടകീയതയുണ്ട്. അതുതന്നെയാണ് പരിഹാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. യോഗാഭ്യാസങ്ങൾ, പ്രത്യേക വേഷങ്ങൾ, വിദേശ നേതാക്കളുമായിട്ടുള്ള ആലിംഗനങ്ങൾ, ക്യാമറയ്ക്ക് മുന്നിലെ അതിവൈകാരിക പ്രകടനങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരു ശക്തനും അസാധാരണവുമായ നേതാവിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്നതാണ്. എന്നാൽ ഈ നാടകീയത അധികമാകുമ്പോൾ പ്രതിപക്ഷം അതിനെ വോട്ടിനായുള്ള പ്രഹസനമെന്നും അമിത അഭിനയമെന്നും പരിഹസിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഡാൻസ് കളിക്കുമെന്ന പരാമർശം ഈ വിമർശനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണെന്ന് മനസ്സിലാക്കുക. പ്രധാനമന്ത്രിയായി 10 വർഷം പൂർത്തിയാക്കിയിട്ടും മോദി ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്ന വസ്തുത ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള താല്പര്യമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തനിക്ക് അനുകൂലമായ മാധ്യമങ്ങളിലൂടെ മാത്രം ആശയവിനിമയം നടത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ജനാധിപത്യപരമായ ചോദ്യം ചെയ്യലിനെ ഒഴിവാക്കാനുള്ള ശ്രമമായിട്ട് കണക്കാക്കിയിട്ടാണ് വിമർശകർ പരിഹസിക്കുന്നത്. ഇതൊരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകനെ നേരിടാൻ ധൈര്യമില്ലാത്ത നേതാവ് എന്ന പ്രതിച്ഛായയ്ക്ക് കൂടി കാരണമായിരിക്കുന്നു. കൂടാതെ ഭരണപരമായ വീഴ്ചകളും സാമ്പത്തിക പ്രതിസന്ധികളും വരുമ്പോൾ അതിൽ നിന്ന് പൊതുശ്രദ്ധ തിരിക്കാൻ മോദി സർക്കാർ ഉപയോഗിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന തന്ത്രങ്ങളാണ് മറ്റൊരു വിമർശന വിഷയം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക പ്രശ്നങ്ങൾ തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പ്രധാനമന്ത്രി പലപ്പോഴും വൈകാരികമായ ദേശീയത, മതപരമായ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ വിഷയങ്ങൾ എന്നിവയിലേക്ക് സംഭാഷണം മാറ്റുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അക്കൗണ്ടിൽ 15 ലക്ഷം, വർഷം 2 കോടി തൊഴിലവസരങ്ങൾ തുടങ്ങിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മോദിയെ പലപ്പോഴും പ്രതിരോധത്തിലാക്കുകയും പരിഹാസത്തിന് വക നൽകുകയും ചെയ്തിട്ടുണ്ട്. അധികാരത്തിന്റെ അമിതമായ കേന്ദ്രീകരണമാണ് മോദിക്കെതിരെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഉയർത്തിയത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അധികാരം അമിതമായി കേന്ദ്രീകരിക്കുന്നുവെന്നും സംസ്ഥാന സർക്കാരുകളെയും സഖ്യകക്ഷികളുടെ സർക്കാരുകളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും റിമോട്ട് കൺട്രോൾ ചെയ്യുന്നുവെന്ന ആരോപണവും ജനാധിപത്യ സ്ഥാപനങ്ങളായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, CBI, ED തുടങ്ങിയവയെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനും ഉപയോഗിക്കുന്നു എന്ന ശക്തമായ വിമർശനങ്ങൾ മോദിയുടെ ഭരണത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ മോദിയുടെ ശക്തനായ നേതാവിന്റെ പ്രതിച്ഛായയ്ക്ക് വിള്ളൽ വീഴുന്നത് അദ്ദേഹത്തിന്റെ അമിതമായ വ്യക്തിഗത ആരാധനയാണ്. മാത്രവുമല്ല, ഭരണപരമായ വീഴ്ചകളെ മറച്ചുവെക്കാനുള്ള ശ്രദ്ധ മാറ്റൽ തന്ത്രങ്ങളും ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രീകരണം എന്നിവ കാരണമാണ് അദ്ദേഹം നിരന്തരം പരിഹാസ്യനാകുന്നത്. രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ഈ പ്രഹസനങ്ങളെ
പരിഹസിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ജനപ്രിയ പ്രതിച്ഛായയെ നേരിടാനുള്ള ഒരു പ്രധാന തന്ത്രമായിട്ട് മാറിക്കഴിഞ്ഞു. മാധ്യമങ്ങളോടടക്കം സംസാരിക്കാത്ത മോദിയെ എങ്ങനെയാണ് പിന്നെ നേരിടുക? രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം മോദിയെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക.